ഹായ് വെൽക്കം ടു ഹോംസ് ഓൺലൈൻ. ഹോംസ് ഓൺലൈൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാളാണ്. എടപ്പാൾ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് വളരെ പ്രത്യേകതയോടുള്ള ഒരു അടിപൊളി വീടാണ്. പ്രത്യേകിച്ച് മിനിമൽ ഡിസൈനിൽ അതിമനോഹരമായ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറുള്ള ഒരു ഒന്നൊന്നര വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. 4 സെൻറ്റിൽ 1550 സ്ക്വയർ ഫീറ്റിൽ പണിത ഈ വീടിൻ്റെ വിശേഷങ്ങളോട്ട് നമുക്ക് പോകാം. കമോൺ. ഓപ്പൺ സ്പേസ് തന്നെയാണ് ഈ വീടിനെ പ്രത്യേകിച്ച് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ വരുന്നത് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസിലാണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ കാണാം. ഇത് CNC മെറ്റലിലാണ് നമ്മൾ ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ വരുമ്പോൾ അതിനെ നമ്മളെ ഈ ഒരു വെർട്ടിക്കൽ ലെവലിലായിട്ടാണ് ഈ ഒരു ഏരിയനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് വരുന്നത് ടെക്സ്ചർ പെയിൻ്റ് ആണ്. ഇതൊക്കെ വരുന്നതും ഇതിൻ്റെ ഈ താഴത്തുള്ള ഈ ബീം ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നതും അതിൻ്റെ താഴത്ത് ഗാർഡൻ സെറ്റ് ചെയ്ത പോലെ ചെറിയൊരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ തന്നെ വളരെ അട്രാക്റ്റ് ചെയ്യുന്നു. പിന്നെ പ്രത്യേകിച്ച് ഇത് പറയുകയാണെങ്കിൽ നമ്മളെ ഈ ഇൻ്റർലോക്ക് ചെയ്ത സ്ഥലം, ഈ ഇൻ്റർലോക്ക് ചെയ്ത ഏരിയ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസോട് കൂടി ഇതിൽക്കൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഈ ഗ്രേ ടോണിലുള്ള പെയിൻറ്റിനെ വളരെ ഉഷാറായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ കിട്ടുന്നത്. ഇങ്ങനത്തെയുള്ള ഡിസൈനോട് കൂടിയാകാൻ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചെറുതായിട്ടൊരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു മിനിമൽ ലെവലിലാണ്. അത് ആ സൈഡിലും അതെ ചെറുതൊരു മിനിമൽ ലെവലിലാണ് ഈ ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എലിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കേബിൾ ടൈപ്പ് ഡിസൈനിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ പിന്നെ റൂഫ് ടൈലും അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഇതൊക്കെ പോകുന്ന ലൈനും ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് തന്നെ അതേപോലെ തന്നെ മേൽഭാഗത്ത് ഇതേപോലെ CNC മെറ്റൽ തന്നെയാണ് ആ ഭാഗം ഡിസൈൻ ചെയ്തിട്ട്. ടോട്ടലി ഇതിൻ്റെ കളർ പാറ്റേൺ വരുന്നത് ഒരു ഗ്രേ മോഡലിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലോപ്പിലാണ് ഇതിൻ്റെ റൂഫ് ടൈലെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതും ഇതിനെ വളരെ മനോഹരമാക്കുന്നു. നാച്ചുറൽ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഒരു PVC വിൻഡോ, അതൊരു ആർച്ച് ടൈപ്പിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ലൈറ്റും ഈ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഒരു നമുക്ക് ലൈൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ചെറിയ പോർഷൻ ലൈറ്റും ഈ മേലെ കൊടുത്തിട്ടുണ്ട്. അതും ഈ ഏരിയനെ വളരെ ഹൈലൈറ്റ് ആക്കുന്നുണ്ട്. സിറ്റൗട്ടിലോട്ട് വരാം. സിറ്റൗട്ട് നമ്മൾ ഈ ഒരു ഗ്രേ ടൈപ്പിൽ തന്നെയാണ് ഇത് ടോട്ടലായിട്ട് ഇതിൻ്റെ കളർ പാലറ്റ് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ലപ്പോത്ര ഡിസൈനിലുള്ള മാർബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഫില്ലർ അതേ ലൈനിൽ തന്നെ നമ്മുടെ ഗ്രേ ടൈപ്പിൽ തന്നെയാണ് ഇതിൻ്റെ പെയിൻറ്റും വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു ഗാർഡൻ, അതും നല്ല ഇതിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്, പുറത്തേക്കും നല്ല മാർക്ക് ചെയ്തിരിക്കുന്നതിലാണ് അതിനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ വുഡൻ തീമിലുള്ള ഈ ചെയർ വളരെ ഡിസൈനിൽ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത്. രണ്ടും നല്ല ഡിസൈനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഈ വീടിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈലൈറ്റ് ആക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വരുന്ന ഏരിയയിലെ ഷൂ റാക്ക്, അതിൻ്റെ മേലെ കൊടുത്തിട്ടുള്ളതും നമ്മുടെ ഈ ലപ്പോത്ര വരുന്ന മാർബിളാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഏരിയ എന്നെ പ്രത്യേകിച്ച് അട്രാക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ വരുന്ന ഡിസൈനും അവിടെ കൊടുക്കുന്ന ഒരു ചെറിയ വിൻഡോ, നമുക്ക് ഇങ്ങോട്ട് ഓപ്പണായി കിട്ടുന്ന രീതിയിലുള്ള ഒരു ഏരിയയിലുള്ള വിൻഡോ കൊടുത്തത്, ഇതൊക്കെ നമ്മുടെ ഈ വീടിനെ വളരെ ഹൈലൈറ്റ് ആക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ ഡോറ് പറയുകയാണെങ്കിൽ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതൊരു ആർച്ച് ടൈപ്പാണ്. അതുതന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ ആയിട്ടുണ്ട്. ആ ഒരു ഏരിയനെ വളരെ പ്രത്യേകിച്ച് അട്രാക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡ് റെയിലാവട്ടെ ഒരു ഏരിയ ആവട്ടെ, അപ്പോൾ ടോട്ടലി ഗ്രേ ആൻഡ് വുഡ് അത് വളരെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇൻറ്റീരിയർ പോർഷനിലാണ്. വളരെ പ്രീമിയം ആയിട്ട് തന്നെ ഈ ഇതിൻ്റെ ഡിസൈൻസും പിന്നെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്നിനൊന്ന് അടിപൊളി എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ സെക്ഷൻ വഴി നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ വരുന്ന ഈ ഒരു ഏരിയയാണ് നമ്മൾ ഫസ്റ്റ് ലിവിങ് ഏരിയ വരുന്നത്. അവിടെ നമ്മൾ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അടിപൊളി സോഫ സെറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇവിടെ തന്നെ ഒരു ടീപോട്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു TV യൂണിറ്റാണ്. TV യൂണിറ്റിൻ്റെ സൈഡ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ പോർഷനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഇവിടെ മൾട്ടിവുഡിൽ അങ്ങനെ ഒരു റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ TV വരുന്നു. അതേപോലെ തന്നെ ഇവിടെ മൾട്ടിവുഡിൽ താഴെ ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ ഏരിയ. ഈ ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ചാർക്കോൾ പാനലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചാർക്കോൾ പാനലിൽ ഇതിൻ്റെ ഒരു ബ്രൗൺ ആൻഡ് ഗോൾഡ്
രീതിയിൽ ലൈനൊക്കെ കൊടുത്തിട്ടുള്ള വളരെ അട്രാക്റ്റ് ആയിട്ട് ഈ ടി വി യൂണിറ്റിനെ എടുത്തു കാണിക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് ഉണ്ട് നമ്മുടെ ടി വി യൂണിറ്റിന് നേരെ താഴ്ഭാഗത്ത് മൾട്ടിവുഡിൽ. പിന്നെ ഇവിടെ ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു സ്റ്റോറേജും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡബിൾ ഹൈറ്റാണ്. ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിൽ നമ്മൾ ഡബിൾ ഹൈറ്റിൽ തന്നെ ഇതിൻ്റെ ഒരു ഏരിയനെ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ സീലിംഗ് ഓടുകളാണ്. ഈ ഓട് സെറ്റ് ചെയ്തത് ഈ സീലിംഗ് ഓട് കൂടിയായത് തന്നെ ഇതിൻ്റെ ആ ഒരു തീമിലേക്ക് കറക്റ്റ് കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ ഉള്ളിലേക്ക് നമുക്ക് കയറി വരുമ്പോൾ തന്നെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഹൈറ്റിലാണ് ഇതിൻ്റെ വിൻഡോ വരുന്നത്. ഹൈറ്റിൽ വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ അതിൽ കൊടുക്കുന്ന കർട്ടന് വളരെ ഹൈലൈറ്റാണ്. അതൊരു മെറൂൺ ആൻഡ് വൈറ്റിലാണ് ഈ കർട്ടൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതന്നെ ഇപ്പോൾ ഈ സോഫ സെറ്റും ഇതിനെ ഒരു പാലറ്റിലേക്ക് കറക്റ്റ് മാച്ചാണ്. അത് ഇതിനെ ഈ വീടിന് വളരെ മനോഹരമാക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടെ ഒരു സൈഡിൽ ഒരു ചെറിയ നമ്മൾ ഫോട്ടോക്ക് കൊടുത്തിട്ടുള്ള ഒരു മൾട്ടിവുഡിൽ ഒരു ചെറിയ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ യൂണിറ്റ് ലൈറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ മേൽഭാഗത്തെ ഹാങ്ങിങ് ലൈറ്റും അതെ ഇവിടെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഏരിയ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് കറക്റ്റ് വെളിച്ചം വരുന്ന രീതിയിൽ ഇവിടെ ഒരു ഹൈറ്റിൽ തന്നെയാണ് ഈ വിൻഡോയും കൊടുത്തിട്ടുള്ളത്. ഈ വിൻഡോ കൊടുത്തിട്ടത് ഹൈറ്റിലാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നൈറ്റ് സൈഡൊക്കെ നമ്മൾ ഉള്ളിൽ ലൈറ്റ് ഇടുകയാണെങ്കിൽ പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനും പറ്റും. അതിനും പറ്റിയൊരു ലൈനിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പകൽ സമയത്ത് നമുക്ക് നന്നായിട്ട് വെളിച്ചുള്ളിലേക്ക് കയറും ചെയ്യും. നമുക്ക് നൈറ്റിൽ ഇത് എന്ത് ചെയ്യുക, അതേപോലെ ഫോൾഡ് ചെയ്തിടാനും പറ്റും. ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഡൈനിങ് ഏരിയ ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഈ ലിവിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് സ്പേസ് ഉള്ളത്, സ്പേഷ്യസ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഈ ഒരു ഏരിയ വരുന്നത് ഈ ടേബിൾ ടോപ്പ് നമ്മൾ മാർബിളിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 6 സീറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയ നമുക്ക് ഇതൊരു ആർച്ച് ടൈപ്പിൽ ഇവിടെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ വിൻഡോ ആ ലെവലിലാണ് ഈ ഒരു ഏരിയനെ നമുക്ക് ഇവിടെ തന്നെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൂടെ കൊടുത്തിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇവിടെ ഒരു 5-6 ആൾക്ക് ഇവിടെ ഇരിക്കാം. അപ്പോൾ ടേബിളിൽ അവിടെ ആളുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാനും സംസാരിക്കാനും പറ്റിയൊരു ഏരിയയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഈ ഏരിയയുടെ. അതുപോലെ ഡൈനിങ് ഏരിയനെ അതേപോലെ തന്നെ നമ്മൾ ലിവിങ് ഏരിയനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഡബിൾ ടോപ്പാണ്. അപ്പോൾ ഈ ഡബിൾ ടോപ്പ് ഈ ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ലൈറ്റിനും വളരെ അട്രാക്ഷനാണ്. ഈ ഹാങ്ങിങ് ലൈറ്റൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് മിനിമൽ മോഡലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും ഈ ഏരിയനെ വളരെ അട്രാക്ഷൻ ആക്കുന്നുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ലിവിങ് കണ്ട് കയറുമ്പോൾ തന്നെ ഈ ഭാഗത്ത് വരുന്ന നമ്മളെ കർട്ടനും ഈ പിന്നെ വുഡൻ തീമും അത് ഇവിടെ അട്രാക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ കൺസോൾ യൂണിറ്റ് അത് വളരെ ഒരു പ്രീമിയം ലെവലിൽ തന്നെ ഈ ഒരു ഏരിയക്ക് വളരെ അട്രാക്ഷനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രെയിം, അതിന് പ്രൊഫൈൽ ലൈറ്റ്, ഇതേപോലത്തെ ഒരു ഡിസൈൻ, ഇതൊക്കെ ഈ ഒരു ഏരിയനെ വളരെ ഭംഗിയാക്കി തന്നെ ഏരിയനെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ അപ്സ്റ്റെയറിൻ്റെ നമ്മുടെ നേരെ താഴത്തായിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇവിടെ നല്ലൊരു ഡിസൈനിൽ മിനിമൽ ഡിസൈനിൽ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. താഴത്തൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഏരിയ. അതേപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട്. അത് നമുക്ക് ഈ ഡിസൈനിനോട് കൂടിയിട്ട് തന്നെ ചേരുന്നുണ്ട്. പെട്ടെന്ന് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ടോയ്ലറ്റ് പോവാം. ആ ഒരു ഡിസൈനിൽ തന്നെ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അട്രാക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് കിച്ചൺ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ലിവിങ്ങും അതേപോലെ നമ്മുടെ ഈ ഡൈനിങ് ഏരിയ എന്നൊക്കെ കറക്റ്റ് ഫോക്കസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ ഒരു ആർച്ച് ടൈപ്പിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് വരുന്നത് ഈ ചാർക്കോൾ പാനലിൽ തന്നെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇനി നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഏരിയ വരുന്ന ഈ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പ്ലസ് ഒരു രണ്ട് ഹൈ ചെയേഴ്സും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇതേപോലെ തന്നെ ഒരു പോർഷനാക്കിയിട്ട് ഇതിന് ഏരിയനെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ മൾട്ടിവുഡ് ലാമിനേറ്റിലാണ് ഈ ഒരു സ്റ്റോറേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും നല്ല കളർ പാലറ്റിലാണ്, ഈ വൈറ്റ് ആൻഡ് വുഡ്. അതേപോലെ തന്നെ ആ പാലറ്റിൽ തന്നെ നമ്മളെന്ത് ചെയ്ത് ഈ ഏരിയനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ചെറിയ ടൈലാണ്, ഡാഡു ടൈൽസ് എന്നാണ് ഇതിന് പറയുക. ഈ ഡാഡു ടൈൽസ് ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ ഏരിയക്ക് അനുസരിച്ച് തന്നെയാണ് ഇവിടെ ഗ്യാസ് സ്റ്റോപ്പും കൊടുത്തിട്ടുള്ളത്. അതും ഈ ഒരു ഡിസൈനിനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിവിടെ ഇപ്പോൾ ഈ മൾട്ടിവുഡിൽ തന്നെ ലാമിനേറ്റിൽ തന്നെ താഴത്തെ സ്റ്റോറേജും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ബേസിൻ ഏരിയ ഉണ്ട്. പ്ലസ് ഇങ്ങനെ വരുമ്പോൾ അവിടെ ചെറിയൊരു മൾട്ടിവുഡിൽ ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഇവിടെ ഒരു റെഫ്രിജറേറ്റർ. ഈ ഏരിയ ഒരു വർക്ക് ഏരിയയാണ് വരുന്നത്. ചെറിയൊരു വർക്ക് ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു ടൈലാണ് ഈ വാളിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിന് വരുന്നത് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഡിസൈൻ എടുത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഒരു നമ്മൾ നേരത്തെ കാണിച്ച ഒരു ചാർക്കോൾ പാനൽ തന്നെ ഇവിടെ ഇതിനോട് ചാരിയിട്ട് വാർഡ്രോബിനോട് ചാരിയിട്ട് തന്നെ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉള്ളോട്ട് വരാം. ഉള്ളിൽ വരുമ്പോൾ തന്നെ നമ്മൾ കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ ടൈപ്പിൽ തന്നെയാണ് ഇതിൻ്റെ കോട്ടും ഇതൊക്കെ വരുന്നത്. ഈ കർട്ടൻ അതേപോലെ തന്നെ നമ്മൾ ടോട്ടലി വീണ്ടും ഒരു എല്ലാ സൈഡിലും ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇങ്ങനത്തെ നമുക്കൊരു ഈ ഒരു പാലറ്റിലാണ് കർട്ടൻ വരുന്നത്. മെറൂൺ ആൻഡ് വൈറ്റ് അവിടെ നമ്മൾ കണ്ടത് ഒക്കെ മെറൂൺ പ്ലസ് ഇതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ സീലിംഗ് വൈറ്റും വുഡൻ തീമിലുമാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഫുൾ കളർ പാലറ്റ് വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഈ കളർ പാലറ്റിനനുസരിച്ച് തന്നെയാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ് നമുക്കൊരു സ്ലൈഡിങ് ടൈപ്പാണ് വാർഡ്രോബ് വരുന്നത്. മേലെ സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, അതേ ഇതിൽ തന്നെയാണ്. അതേപോലെ തന്നെ അത് മൊത്തമായിട്ട് നമ്മളെ ഈ വുഡ് ആൻഡ് വൈറ്റ് തീമിലേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും വീണ്ടും സ്റ്റെയർ കേസിലോട്ട് പോവാം. സ്റ്റെയർ കേസ് വരുന്നത് ഇവിടെ വരുന്നത് ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത് വുഡിലാണ്, അതേപോലെ തന്നെ ഹാൻഡ് റെയിലും വരുന്നത് വുഡിലാണ്. പിന്നെ GI ആണ് ഇവിടെ നമ്മുടെ ഈ റോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് അപ്പുറത്തോട്ട് പോകാം. നമ്മൾ സ്റ്റെയർ കേസിലോട്ട് വരുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയ ഇങ്ങനെ ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടുന്ന് കയറി വരുമ്പോൾ ഇവിടെ നമുക്കൊരു പിന്നെ ഹൈറ്റിൽ തന്നെ നമുക്ക് വിൻഡോ വരുന്നുണ്ട്. ആ ഈ വിൻഡോൻ്റെ ഗുണമെന്ന് വെച്ചാൽ പുറത്തുള്ള ലൈറ്റ് കറക്റ്റ് നമുക്ക് ഉള്ളിലോട്ട് പാസ് ചെയ്യുന്ന രീതിയിൽ അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതും നമ്മളെ ഈ മെറൂൺ തീമിലായതുകൊണ്ടും പിന്നെ ഈ വൈറ്റ് ആൻഡ് തീമിലായതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിന് പ്രത്യേകിച്ച് അട്രാക്റ്റ് ചെയ്യുന്നു. അതേപോലെ നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഏരിയ വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെ ഈ അപ്പർ ലിവിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹാങ്ങിങ് ലൈറ്റും അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ്ങിലോട്ട് നമുക്ക് ഫോക്കസ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ഏരിയനെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഏരിയനെ കാണാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ നമ്മൾ ബെഡ്റൂമിലോട്ട് പോവാം. ഇത് ഡോറ് വരുന്നത് WPCയിലാണ് ഈ ഡോറ് വരുന്നത്. എന്തായാലും നമുക്കുള്ളിലോട്ട് പോകാം. കമോ ഈ ഒരു സൈഡിലാണ് വാർഡ്രോബ് വരുന്നത്. ഇത് നമ്മുടെ ഈ WPCയിൽ തന്നെയാണ് നമ്മളിതിൻ്റെ ബെഡ് ആൻഡ് കോട്ടും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഇതിൻ്റെ ഒരു കളർ പാലറ്റിൽ തന്നെ ഇതിനെ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ റൂമിനെ ടോട്ടലി അട്രാക്റ്റ് ചെയ്യുന്നതും ഇതിനെ എലഗൻ്റ് ആക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. അത് വരുന്നത് ഒരു 3D പാനലിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുള്ള 3D പാനലിലാണ്. അതുതന്നെ ഈ റൂമിനെ ടോട്ടലായിട്ട് അതിനെ ആംബിയൻസ് എന്ത് ചെയ്യുന്നതും മാറുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ വിൻഡോൻ്റെ ഏരിയയിൽ നമ്മൾ ചെയ്തിട്ടുള്ള താഴത്തുള്ള അതേ കളർ പാലറ്റിലാണ് മെറൂൺ കർട്ടൻ സെറ്റ് ചെയ്തത്. പല കളർ പാലറ്റിൽ ഇവിടെ കർട്ടൻ കൊടുത്തില്ല. അതാണ് ഇതിനെ മറ്റൊരു ഹൈലൈറ്റ്. അതേ പാലറ്റിൽ തന്നെ ഇതും വരുന്നത്. അതേപോലെ തന്നെ മേൽഭാഗത്ത് ഒരു വുഡൻ പാനലും കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ എന്തെങ്കിലും അട്രാക്റ്റായി കാണുന്നുണ്ട്. അതേപോലെ പറയുകയാണെങ്കിൽ മിററിനനുസരിച്ചിട്ട് തന്നെ ഒരു നമ്മുടെ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അടുത്ത് കണ്ട അതേ പാലറ്റിൽ തന്നെ ഇവിടെയും വാർഡ്രോബ് അതേ പാലറ്റിൽ തന്നെയാണ് കളർ തീമൊക്കെ വരുന്നത്. പിന്നെ അതൊരു സ്ലൈഡിങ് ടൈപ്പ് തന്നെയാണ് ഇതും. വാർഡ്രോബ് മേലെ നമുക്ക് സ്റ്റോറേജ് യൂണിറ്റും വരുന്നുണ്ട്. സെയിം ഡോർ തന്നെയാണ് നമ്മൾ ഈ ബെഡ്റൂമിനും കൊടുത്തിട്ടുള്ളത്. സെയിം കളറിൽ ആ ഒരു തീമിൽ തന്നെയാണ് വരുന്നത്. എന്തായാലും നമുക്ക് റൂം നോക്കാം. ആണ് നമ്മൾ റൂം വരുന്നത്. ആ റൂമിനൊക്കെ കുറച്ചുകൂടെ പിന്നെ ചെറിയ റൂമാണ് ഈ റൂം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഈ ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ 3D പാനലിൽ സെറ്റ് ചെയ്തിട്ട് ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ നമ്മുടെ കോട്ടനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ഒരു സൈഡിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമ്മളെ ഈ റൂമിനെ ഹൈലൈറ്റ് ചെയ്ത ഭാഗം നിൽക്കുന്നുണ്ട്. പിന്നെ അവർ അവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. സെയിം പാലറ്റിൽ തന്നെ അവിടുത്തെ അതേപോലെ തന്നെ കർട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും വരുന്നത് ഈ ഒരു കളർ പാലറ്റിന് മിനിമൽ ലെവലിലാണ് ഈ റൂം ചെയ്തിട്ടുള്ളത്. then അവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നുണ്ട്. ഈ ഒരു സൈഡിലാണ് അത് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഏരിയ ഡിസൈൻ വന്നിട്ട് ആർച്ച് ടൈപ്പിൽ തന്നെയാണ്, വുഡ് ആൻഡ് തീമിൽ തന്നെ ആർച്ച് ടൈപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇനിതാ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഏരിയക്ക് വളരെ സ്പെഷ്യാലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ഈ നമ്മൾ ബാൽക്കണീനെ ഹൈലൈറ്റ് ആവുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജാണ്.
20 mm ടഫൻ ഗ്ലാസ്സിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും നമുക്ക് ഈ ഒരു ഏരിയനെ വളരെ അട്രാക്റ്റായിട്ട് നമുക്ക് തോന്നിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ താഴെ പറഞ്ഞല്ലോ, അത് സീലിങ്ങോടാണെങ്കിൽ ഇവിടെ വരുന്നത് നമുക്ക് സെറാമിക് ടൈലാണ് വരുന്നത്. ഇവിടെ വിരിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് സെറാമിക് ടൈലാണ്. കണ്ട അതേപോലെ തന്നെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മുടെ എലിവേഷനിൽ കണ്ട് പുറത്തെ സൈഡിൽ. അതേപോലെ തന്നെ ഈ ഒരു ഏരിയനെ അട്രാക്റ്റ് ചെയ്യുന്ന ഭാഗം തന്നെ ഇവിടെയുണ്ട് നമ്മുടെ അപ്പറിലും. അത് CNC മെറ്റലിലാണ് ഈ ഒരു ഏരിയനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട് മനോഹരമാക്കുന്നതിൻ്റെ അപ്പർ ഏരിയയാണ്, പ്രത്യേകിച്ച് അത്ര ഡബിൾ ഹൈറ്റിലാണ് നമ്മൾ ഈ വീടിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അനുസരിച്ചിട്ട് തന്നെ മേലെ നമ്മൾ നോർമൽ സാധാ ഓടാണ് നമ്മൾ വിരിച്ചിട്ടുള്ളത്. അത് നമുക്ക് താഴത്തെ ചൂട് കുറക്കാനും നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ ഓടും ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഓണേഴ്സാണത്. ഹൈ ഇസ്മായിൽ, ഓക്കെ, ഷെബ്ന, ഓക്കെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇവർ തന്നെ പറയണം. കാരണം ഈ വീട് സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ അവരുടെ എഫേർട്ടും അതേപോലെ തന്നെ ഈ എലഗൻ്റ് ഡിസൈൻ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് ചെറിയൊരു ബ്രീഫ് നമുക്ക് വേണ്ടി. കഴിഞ്ഞ വർഷം 2025 ജനുവരിയിലാണ് ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വർഷം കൊണ്ട് ഏകദേശം അൽഹംദുലില്ലാ അത് ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരുപാട് ഈ കൺസ്ട്രക്ഷനിൽ ഞാൻ തന്നെ ഡയറക്റ്റാണ് ഇത് കംപ്ലീറ്റ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ഭാഗം ഈവൻ എല്ലാം ഇൻറ്റീരിയർ ആണെങ്കിലും ശരി എക്സ്റ്റീരിയറും എല്ലാ വർക്കുകളും ഞാൻ തന്നെ ഡയറക്റ്റ് എനിക്കൊരു ഫേമുണ്ട്, അതിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഡിസൈൻ സെക്ഷൻ കംപ്ലീറ്റ് അവരെ സൂപ്പർവിഷനും ഡോറിക് ഡിസൈൻ്റെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവർ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിനും. പിന്നെ നമ്മൾ നേരിട്ട് വെല്ലുവിളി എന്ന് വെച്ചാൽ ഇതിൽ 4.3 സെൻറ്റ് സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതിൽ ഒരു ബോർവെല്ലും നമ്മളെ സ്റ്റെയറിന് താഴെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം കവർപ്പ് ചെയ്ത് ആഫ്റ്റർ ഓൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എന്നുള്ള രീതിയിൽ എല്ലാവരും പറയുന്ന പോലെ മനോഹരമായിട്ടുണ്ട് എന്ന് എല്ലാവരും പറയുന്നു. അത് കേൾക്കുമ്പോൾ സന്തോഷം. നമ്മൾ ഈ വീടിൻ്റെ എലഗൻറ്റ് ഡിസൈൻ എല്ലാവരും കണ്ടു. ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡായാലും എക്സ്റ്റീരിയർ സൈഡായാലും വളരെ മനോഹരമായിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.